143 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം, യഹോവേ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാചനകൾക്ക് ചെവി തരണമേ. നിന്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് എൻ്റെ പ്രാർത്ഥനകളുടെ ശബ്ദത്തിന്, എൻ്റെ യാചനകളുടെ ശബ്ദത്തിന് എനിക്ക് ഉത്തരം അരുളണം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്നാണ് 143 സങ്കീർത്തനത്തെ അത് ഹെഡിങ് കൊടുത്ത് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിൽ പല മർമ്മങ്ങളും അടങ്ങിയിട്ടുള്ളതായ ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രഭാതത്തിൽ അതേ അധ്യായത്തിൻ്റെ 5 വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അവിടെ താൻ പറയുകയാണ്, ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു, നിന്റെ സകല പ്രവൃത്തികളെയും ഞാൻ ധ്യാനിക്കുന്നു, നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ചിന്തിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 3 കാര്യങ്ങൾ ദാവീദ് അവിടെ പറയുന്നു. ഞാൻ ഓർക്കുന്നു, ഞാൻ ധ്യാനിക്കുന്നു, ഞാൻ ചിന്തിക്കുന്നു. എന്താണ് ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ദൈവം തൻ്റെ വിശ്വസ്തത നമ്മോട് കാണിക്കുവാൻ, ദൈവത്തിൻ്റെ നീതി നമ്മോട് കാണിക്കുവാൻ തക്കവണ്ണം നമ്മളിൽ എന്താവശ്യമായിരിക്കുന്നു എന്നുള്ളതായ കാര്യമാണ് ദാവീദ് പറയുന്നത്. 1, പണ്ടത്തെ നാളുകളെ ഞാൻ ഓർക്കുന്നു. അങ്ങ് പണ്ട് വൺസ് അപ്പോൺ എ ടൈം നാം എങ്ങനെയായിരുന്നു, ആരായിരുന്നു, എങ്ങനെയായിരുന്നു നമ്മുടെ നാളുകൾ, ദിവസങ്ങൾ, അതിനെ ഓർക്കുവാൻ ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയുകയാണ്, കർത്താവേ എന്നോട് നിന്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരം അരുളേണ്ടതിന് ഞാൻ 3 കാര്യങ്ങൾ ചെയ്യുന്നു. എന്താണെന്നറിയാമോ? എൻ്റെ പണ്ടത്തെ നാളുകളെ ഞാൻ ഓർക്കുന്നു. നിന്നെ വെട്ടിയെടുത്ത പാറയെങ്കിലേക്കും കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും നീ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത് പോലെ നമ്മളിൽ പലപ്പോഴും നമ്മുടെ പണ്ടത്തെ നാളുകളെക്കുറിച്ച് നമുക്ക് ഓരോർമ്മയുമില്ല. നാം ആരായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളതായ ഒരു ചിന്ത നമ്മെ ഭരിക്കത്ത് പോലുമില്ല. കാരണം നമ്മുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നു. ദാവീദിനെ സംബന്ധിച്ച് താൻ ഒരു രാജാവായിരിക്കുമ്പോഴാണ് ഈ പ്രാർത്ഥന നടത്തുന്നത്. താൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു കാലത്ത് ഞാൻ ആടുകളെ നോക്കിക്കൊണ്ട് മരുഭൂമിയിൽ മേച്ചിൽപ്പുറങ്ങൾ തേടി ഞാൻ അലഞ്ഞ് തിരിഞ്ഞ് നടന്നതായ ഒരു കാലഘട്ടം എനിക്കുണ്ട് എന്ന് ദാവീദ് ദൈവത്തോട് സമ്മതിക്കുകയാണ്. എന്നാൽ ആടുകളെ നോക്കി നടക്കുന്നതായ പ്രവൃത്തിയിൽ നിന്ന്, ആ സ്ഥലത്ത് നിന്ന് നീ എന്നെ പേർ ചൊല്ലി വിളിച്ചു. അതിനുശേഷം ദൈവത്തോട് പറയുകയാണ്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെനഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങ് ദാവീദിന്റെ ചിന്ത അങ്ങ് പുറമോട്ട് പോയി. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ യാചനകൾക്കും ഉത്തരം ലഭിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ദൈവം നമ്മോട് എടുത്തു കാണിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുകയാണ്. 1, നമ്മൾ ആരായിരുന്നു, എങ്ങനെയായിരുന്നു, എവിടെയായിരുന്നു എന്നുള്ളതായ ഒരു ചിന്ത ഓർക്കുന്നു. ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു. നമ്മുടെ ഓർമ്മയിൽ നിന്ന് പണ്ടത്തെ നാളുകൾ മാഞ്ഞു പോകരുത്. അനേക ജീവിത ശൈലികളിൽ നമ്മുടെ പഴയ അവസ്ഥയെക്കുറിച്ച് നമ്മൾ മറന്ന് ദൈവസന്നിധിയിൽ നാം അഹങ്കാരമുള്ളവരായി, ദൈവം നമുക്ക് തന്നതായ അനുഗ്രഹത്തിലും ഭാവത്തിലും രൂപത്തിലുമൊക്കെ മതിമറന്ന് ദൈവസന്നിധിയിൽ താഴ്മയില്ലാത്തവരായി ദൈവത്തോട് പലപ്പോഴും നാം ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്നവരായിരിക്കും. നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും ഒരു വഴിപോക്ക പ്രാർത്ഥനയായിരിക്കും. പേരിന് വേണ്ടി, ആർക്കെയോ സമ്മതിപ്പിക്കുവാൻ വേണ്ടിയുള്ളതായ ഒരു പ്രാർത്ഥന, ആരോ പറഞ്ഞു പഠിപ്പിച്ചതായ ഒരു പ്രാർത്ഥനകളുടെ വാക്കുകളുടെ ഒരു അനുകരണം, അതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുക. ഇന്നലെ പ്രാർത്ഥിച്ചത് തന്നെ ഇന്നും പ്രാർത്ഥിക്കുന്നു, ഇന്ന് പ്രാർത്ഥിക്കുന്നത് തന്നെ നാളെയും പ്രാർത്ഥിക്കുന്നു. നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഇന്നലെയും അന്നും ഇന്നും എല്ലാം ഒന്ന് തന്നെ, നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം ഒന്ന് തന്നെ. അനുഗ്രഹം അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ചോദിക്കുവാൻ നമുക്കൊന്നുമില്ല. അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ എന്നുള്ളതായ ഒരു വാക്കല്ലാതെ നമ്മളിൽ നിന്നും ഒന്നും ഉരുത്തിരിയാറില്ല. ഇവിടെ നോക്കൂ,
ദാവീദ് പറയുകയാണ്, ഞാൻ എൻ്റെ പണ്ടത്തെ നാളുകളെ ഞാൻ ഓർക്കുന്നു. അതിനുശേഷം താൻ പറയുകയാണ്, യഹോവയുടെ പ്രവൃത്തികളെ ഞാൻ ധ്യാനിക്കുന്നു. എന്താണ് യഹോവയുടെ പ്രവൃത്തികൾ? ഞാൻ പണ്ട് ഏതവസ്ഥയിലായിരുന്നുവോ, അല്ലെങ്കിൽ ഞാൻ ഏത് നിർധനമായ വഴികളിൽ കൂടെ ആരും ആശ്രയമില്ലാതെ, ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഞാൻ അലഞ്ഞു തിരിഞ്ഞപ്പോൾ, ആരിലും ആശ്രയം വെച്ചിരുന്നാലും ആരും തിരിഞ്ഞു നോക്കാത്തൊരു ജീവിതം എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ കുടുംബത്തിനും ചാർച്ചക്കാർക്കും ഒരു കാലത്തുണ്ടായിരുന്നപ്പോഴും ഓർമ്മയങ്ങ് പോവുകയാണ്. നമ്മളൊന്ന് ഓർത്തു നോക്കും, നമ്മൾ ഏതവസ്ഥയിലായിരുന്നു, നമ്മുടെ രൂപം എന്തായിരുന്നു, നമ്മുടെ അവസ്ഥ എന്തായിരുന്നു. അന്ന് ആരും കണ്ടാൽ വിലമതിക്കാത്ത ഒരവസ്ഥ. ഇന്ന് നമുക്കൊരു വിലയുണ്ട്, മാന്യതയുണ്ട്, അവസ്ഥയുണ്ട്, നല്ല നല്ല കാര്യങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പെട്ടു നിൽക്കുന്നു. ജീവിത ശൈലികൾക്കെല്ലാം വ്യത്യാസമുണ്ടായി. എന്നാൽ ദാവീദ് പറയുന്നു, ഞാൻ എൻ്റെ പണ്ടത്തെ നാളുകൾ, ഞാൻ കഴിച്ചിരുന്ന ആഹാരം മുതലുള്ളതായ കാര്യങ്ങളൊക്കെ ദാവീദ് ഓർക്കുകയാണ്. അതിൻ്റെ മധ്യത്തിൽ ദൈവം ചെയ്തതായ പ്രവൃത്തി, ദൈവം ലോകത്തിൽ എനിക്ക് മാത്രമല്ല സമൂഹത്തിലെല്ലാം ചെയ്തുകൊണ്ടിരുന്നതായ പ്രവൃത്തികളെ കുറിച്ച് ഞാൻ ധ്യാനിക്കുന്നു. അതിനുശേഷം ദാവീദ് പറയുകയാണ്, അതെ, നിന്റെ കൈകളുടെ പ്രവൃത്തിയെ. മൂന്നാമത്തെ കാര്യം, ഒന്ന്, ഞാൻ എൻ്റെ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു. അതിനുശേഷം താൻ പറയാണ്, നിന്റെ യഹോവയുടെ പ്രവൃത്തികളെ കുറിച്ച് ഞാൻ ധ്യാനിക്കുന്നു. എനിക്ക് വേണ്ടി മാത്രമല്ല, സമൂഹത്തിൽ, ലോകത്തിൽ അനേക ദൈവമക്കളുടെ ഇടയിൽ, അനേക ദരിദ്രന്മാരുടെ ഇടയിൽ, അനേക ദുഷ്ടന്മാരുടെ ഇടയിൽ ദൈവം ചെയ്തതായ പ്രവൃത്തികളെയൊക്കെ ഞാൻ ധ്യാനിക്കുന്നു. മൂന്നാമത് ദാവീദ് പറയാണ്, നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ചിന്തിക്കുന്നു. അതെന്താണ്? ആ കൈകളുടെ പ്രവൃത്തിയും യഹോവയുടെ പ്രവൃത്തിയും തമ്മിലുള്ളതായ വ്യത്യാസം എന്താണ്? കൈകളുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി ദൈവം ചെയ്തിട്ടുള്ളതായ പ്രവൃത്തികളുടെ മധ്യത്തിൽ അതിൽ നിന്ന് നിനക്കെടുത്തു തന്നിട്ടുള്ളതായ ഓഹരി, നിനക്ക് വേണ്ടി ദൈവം ചെയ്തതായ പേഴ്സണൽ പ്രവൃത്തികൾ, അതാണ് കൈകളുടെ പ്രവൃത്തി. ആ തൃക്കൈ നീട്ടി നിന്നെ പോഷിപ്പിച്ചതായ അനേക അവസ്ഥ, ധാരാളം പ്രവൃത്തികൾ ദൈവം ലോകത്തിൽ, ഭൂമിയിൽ, മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ ദൈവം ചെയ്യുന്നുണ്ട്. എന്നാൽ ആ പ്രവൃത്തികളെല്ലാം നിനക്ക് വേണ്ടിയുള്ളതായിരിക്കില്ല, അനേകർക്ക് വേണ്ടി. ആ പ്രവൃത്തികളുടെ മധ്യത്തിൽ വെച്ച് നിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരേണ്ടതിന്, നിന്റെ കണ്ണുനീര് കണ്ടുകൊണ്ട്, നിന്റെ നിലവിളി കേട്ടുകൊണ്ട്, നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഞാൻ ചിന്തിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തൊക്കെയാണ് ദാവീദ് പറഞ്ഞത്? ഒന്നുകൂടെ ചിന്തിച്ചു നോക്കൂ. ഞാൻ ഓർക്കുന്നു, ധ്യാനിക്കുന്നു, ചിന്തിക്കുന്നു. ഈ മൂന്ന് പ്രവൃത്തികൾ ദൈവസന്നിധിയിൽ സമന്വയിക്കപ്പെടുമ്പോഴാണ് ദൈവം തൻ്റെ വിശ്വസ്തതയാലും നീതിയാലും നാം അപേക്ഷിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം ശ്രദ്ധ വെച്ച് കേട്ട് ചില പ്രവൃത്തികൾക്കായി ദൈവം എഴുന്നേൽക്കുന്നത്. അല്ലാത്ത പ്രാർത്ഥനകളിലെല്ലാം ദൈവസന്നിധിയിൽ വീണായി നാം ഉച്ചരിക്കപ്പെടുന്നതാണ്. വലിയ മുഴക്കത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞേക്കും. അനേകരുടെ പ്രാർത്ഥനയെ നമുക്ക് അനുകരിക്കാൻ കഴിഞ്ഞേക്കും. അനേകർ പ്രാർത്ഥിക്കുന്ന എഫക്റ്റീവായിട്ടുള്ള പ്രാർത്ഥനയൊക്കെ നമുക്കും കാണാപ്പാടം പഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷെങ്കിൽ അതെല്ലാം മുഴങ്ങുന്ന ചെമ്പും ചിലമ്പുന്ന കൈത്താളവും പോലെ ദൈവസന്നിധിയിൽ ദൈവം ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. ഇവിടെ ദാവീദ് തുടക്കത്തിൽ തന്നെ പറയുകയാണ്, യഹോവേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാചനകൾക്ക് ചെവി തരണമേ. ദൈവം ചെവി തരാതെ അനേക പ്രാർത്ഥനകൾ വീണായി പോയിക്കൊണ്ടിരുന്നതായ ഒരു കാലഘട്ടം. ദാവീദ് തന്നെ മനസ്സിലാക്കി, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ചെവി തരാത്തതിൻ്റെ കാരണം, അവൻ്റെ നീതിയുടെയും വിശ്വസ്തതയുടെയും ഭാഗങ്ങൾ എനിക്ക് കാണാൻ കഴിയാഞ്ഞതിൻ്റെ കാരണം എന്നിൽ തന്നെ കുറവുകളുണ്ട്. അങ്ങനെ ആ കുറവുകളെ ദാവീദ് ഒന്ന് കറക്റ്റ് ചെയ്തപ്പോൾ ദൈവത്തോട് അക്കമിട്ട് പറയുകയാണ്, എൻ്റെ പണ്ടത്തെ നാളുകളെ ഞാൻ ഓർക്കുന്നു. നീ എന്നെ എവിടെ നിന്നാണ് പിടിച്ചു കൊണ്ടുവന്നതെന്ന് ഞാൻ ഓർക്കുന്നു. അതിനുശേഷം അതിൻ്റെ എല്ലാം മധ്യത്തിൽ അക്കാലയളവിൽ, അനേക കഷ്ടങ്ങളുടെ കാലയളവിൽ, യാതനകളുടെ കാലയളവിൽ, കണ്ണുനീരിന്റെ കാലയളവിൽ നീ ലോകത്തിൽ, ഭൂമിയിൽ ചെയ്തുകൊണ്ടിരുന്നതായ അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് ഞാൻ ധ്യാനിക്കുന്നു. അത്ഭുത പ്രവൃത്തികളുടെ കൂട്ടത്തിൽ
എനിക്ക് വേണ്ടി, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, എന്റെ സമൂഹത്തിന് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, എന്റെ ഭവനത്തിന് വേണ്ടി നീ ചെയ്തതായ കൈകളുടെ പ്രവൃത്തി, തൃക്കൈ കൊണ്ട് നീട്ടി എനിക്ക് തന്നതായ, എനിക്ക് വേണ്ടി കൈ നീട്ടി തന്നതായ അനേക കൈകളുടെ പ്രവൃത്തികൾ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ജീവിതത്തിൽ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, നാം വിലപിക്കുന്നവരായിരിക്കാം, കണ്ണുനീരൊഴുക്കുന്നവരായിരിക്കാം, ഉപവസിക്കുന്നവരായിരിക്കാം. നമ്മൾ പലപ്പോഴും ധ്യാനത്തിനായി നമ്മുടെ നാളുകൾ ചെലവഴിക്കുന്നവരായിരിക്കാം. ദിവസങ്ങളുടെ എണ്ണത്തിൽ പെരുപ്പം കൊണ്ട് നാം മതിമറന്ന ദൈവത്തോട് ചിലരിൽ നീതി പുലർത്തിയെന്ന് നമ്മൾ ചിന്തിക്കുന്നവരായിരിക്കാം. എന്നാൽ ദാവീദ് പറയുന്നതായ കാര്യങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയെ നമ്മളൊന്ന് കൊണ്ടുവരൂ. അപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നമ്മോട് തന്നെ സംസാരിക്കുന്നതായ ചില ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാം പ്രാർത്ഥിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്, ഉപവസിച്ചിട്ടുണ്ട്. എന്നാൽ അതൊക്കെയും നമ്മുടേതായ അവസ്ഥയിൽ നിന്നും കൊണ്ട്, നമ്മുടെ പെരുമയിൽ നിന്നും കൊണ്ടാണ് നമ്മൾ അതൊക്കെ ചെയ്തത്. എന്നാൽ നിന്റെ പണ്ടത്തെ നാളുകളെ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഓർക്കുക, ഞാൻ എവിടെ നിന്ന് വന്നു, എവിടെ നിന്നാണ് ദൈവം എന്നെ നടത്തിക്കൊണ്ട് വന്നത്. അതിനുശേഷം ഞാൻ നടന്നുകൊണ്ടിരുന്നതായ ആ കാലയളവിൽ ദൈവം ലോകത്തിൽ ചെയ്ത പ്രവൃത്തി എന്തൊക്കെയാണ്, ആ പ്രവൃത്തികളുടെ മധ്യത്തിൽ നിന്ന് ദൈവം എനിക്കായി ചെയ്തതെന്താണ്, എനിക്ക് വേണ്ടി മാറ്റിവെച്ചതെന്താണ്, ഈ 3 കാര്യങ്ങൾ ദൈവസന്നിധിയിൽ സമന്വയിപ്പിക്കുവാൻ ഈ പ്രഭാതത്തിൽ നമുക്കൊരു അഭ്യസനം നടക്കുമെങ്കിൽ ദാവീദ് ആദ്യം പ്രാർത്ഥിച്ചതായ പ്രാർത്ഥനയുടെ സഫലീകരണം നമ്മുടെ ജീവിതത്തിലേക്ക് ഇഴഞ്ഞിറങ്ങി വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്താണെന്നറിയാം? യഹോവേ, എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ യാചനകൾക്ക് ചെവി തരണമേ. എന്തെല്ലാം കാര്യങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടാതെ കണ്ണുനീരൊഴുക്കി ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണോ എന്ന് പലപ്പോഴും സംശയിക്കുമാർ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് പലപ്പോഴും നീരസപ്പെടുന്ന അനുഭവം. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രസാദകരമായ ഒരു പ്രാർത്ഥന, ഒരു വാക്ക്, ഒരു നിലപാട്, ഒരു ധ്യാനം എങ്ങനെ ചെയ്യാമെന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നു. അവയെ ഏറ്റുകൊള്ളുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രസാദം, ദൈവത്തിന്റെ